എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം PR മുരളി. എല്ലാവർക്കും പെർഫെക്റ്റ് നൊട്ടേഷൻസ് ട്യൂട്ടോറിയൽ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഗോപുര മുകളിൽ എന്ന ഗാനത്തിൻ്റെ അനുപല്ലവിയാണ് നമ്മളിന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അനുപല്ലവിയിലേക്ക് പോകുമ്പോൾ പ്രദക്ഷിണ വഴിയിൽ ആദ്യത്തെ പായ്ക്ക് ഗപതുൽ പ്രദക്ഷിണ വഴിയിൽ വെച്ചന്റെ ദേവൻ ഗപ പാപ പദപ ഗപ പാപ വെച്ചന്റെ ദേവൻ പദപ ദേവൻ ഗപ പാപ പദപ വെച്ചന്റെ ദേവൻ. അപ്പോൾ ഇത് പ്രദർശന വഴിയിൽ വെച്ചന്റെ ദേവൻ ഒരുമിച്ച് വായിക്കാം. ഗപ പ പ പ പ ദ പ ഗപ പ പ പ പ ദ പ. ഒന്നൊരു വായിക്കാം. ശരിക്കും ഇതിലെ ലിറിക്സ് പ്രദക്ഷിണ വഴിയിൽ വെച്ച് എൻ്റെ ദേവൻ എന്നാണ് കവി എഴുതിയിരിക്കുന്നത്. പക്ഷെ പ്രദക്ഷിണ വഴിയിൽ എന്ന് പറഞ്ഞിട്ട് സ്പ്ലിറ്റ് ചെയ്തു. പിന്നെ വച്ചൻ്റെ ദേവൻ എന്നായിപ്പോയി. അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പാടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും പ്രദക്ഷിണ വഴിയിൽ വെച്ച് എൻ്റെ ദേവൻ അങ്ങനെയാണ് വരുന്നത്. പക്ഷെ അതൊരു ജെർക്കിങ്ങിന് വേണ്ടി, ഒരു ഫോക്ക് സ്റ്റൈലിന് വേണ്ടി അങ്ങനെ അദ്ദേഹം അവിടെ സ്പ്ലിറ്റ് ചെയ്താൽ തോന്നുന്നു. അപ്പോൾ എന്നിട്ട് വായിക്കാം. 3, 4. പ്രത്യക്ഷനായി സഖി പ്രത്യക്ഷ ഗാമ നായി പദമ പദപ ന മദദപമ പദപ മദദപമ നായി പദപ മദദപമ പദപ മദദപമ പദപ മദദപമ നായി ഗമ സഖി ഗമ പദ മദദപമ ഗമ. പ്രത്യക്ഷനായി സഖി 1 2 അവൻ മപ മപ അവൻ പ്രത്യക്ഷനായി സഖി. അവിടെ ചേഞ്ച് വരും. അവൻ മപ മപ പ്രത്യക്ഷ പഗാമ. ആദ്യം ഗാമ എന്നാണ്. ഇവിടെ പഗാമ പ്രത്യക്ഷ അവൻ പ്രത്യക്ഷ പാദസ ദസദപമ പാദസ ദസദപമ പാദസ ദസദപമ. ഫ്ലൂട്ടിലെ ദസത വരുമ്പോൾ കട്ടിങ് വരും. പക്ഷെ സ്വരം ഇതാണ്. പാദസ ദസദപമ നായി ഗാപ മമ മഗമ ഗാപ മപ മഗമ സഹി സാ പറയുമ്പോൾ ഗാപ മപ മഗമ സഹി പമ പമ ഗമ ഹി ഗാപ മപ മഗമ സഹി പാദസ ദസദപമ ഗാപ മപ മഗമ പഗ ഗാമ പാദസ ദസദപമ ഗാപ മപ മഗമ എന്ന് വരും. പ്രത്യക്ഷനായി സഖി അവൻ മപ മപ അവൻ
അങ്ങനെ വരും. അത് ഞാൻ ഒന്നൊരു വായിക്കാം, പ്രദർശന വഴി തൊട്ട് വായിക്കാം. 3, 4. ഇത് 2 തവണയുണ്ട് മൊത്തം. ഒന്ന് വായിച്ചു നോക്കാം. 3, 4. ഇങ്ങനെ വരും. അത് കഴിഞ്ഞ് ഈ പാദസ ദശയൊക്കെ വരുമ്പോൾ ഇതിനകത്ത് കട്ടിങ് വരും. അതുകൊണ്ടാണ് വേറെ ശബ്ദമൊക്കെ വരുന്നത്. ആ ഫോഴ്സ് കറക്റ്റ് അല്ലെങ്കിൽ വെള്ളി പോലെയൊക്കെ വരും. അതാണ് ഞാൻ ആദ്യം വായിച്ചപ്പോൾ അങ്ങനെ വന്നത്. സോറി. പിന്നെ വരമൊന്നും തന്നില്ല, വരമൊന്നും സഗഗ, ശരിക്കും ഗഗാണ്. പക്ഷെ ജാനിയമ്മ സായുധ സഗ സഗഗ ഗ ഗ ഗ ഗ സഗ ഗ ഗ ഗ സഗ ഗ ഗ ഗ ഗ ഗ എന്ന് നോക്കുമ്പോൾ സായുധ എടുക്കുന്നത് മാത്രം. തന്നില്ല ഗ ഗ ഗ ഗ, അവിടെയാണ് ചെറിയ ഗ ഗ ഗ ഗ ഗ ഗ ഗ ഗ, ചെറിയ ഗ വരും. ഗ ഗ ഗ ഗ തന്നില്ല. വരമൊന്നും തന്നില്ല, ഉരിയാടൻ വന്നില്ല. മമ മാമ മാമ മരി മമ മാമ, ഉരിയാടൻ വന്നില്ല. മാമ മരി മമ മാമ മാമ മരി. അപ്പൊ വരമൊന്നും തന്നില്ല, ഉരിയാടൻ വന്നില്ല. ഗ ഗ ഗ ഗ ഗ ഗ ഗ മമ മാമ മാമ മരി. പറയാതെ തിരിമരി മരി തിരിമരി മരി പറയാതെ. സനിനിസം സനിൻ സനിനിസ സനിനിസനീസം എന്തോ സനിനിസം, അവിടെയാണ് ചെറിയ വരുന്നത്. സനിനിസനീസം സനിനിദത പറഞ്ഞു സനിനിദത. സനിനിസ ഫ്ലൂട്ടിൽ ഹാഫിനോട്ട് വരും. സനിനി സനിനി സനീസ സനിനിദത, അവിടെയാണ് ഹരികാംബോജിയുടെ നിഷാദം വരുന്നത്. സനിനി സനീസം എന്തോ സനിനിദത സനിനിദത, അവിടെ ചെറിയ സനിനി സനീസ സനിനിദത. എന്തേ പറഞ്ഞു പറയാതെ തിരിമരി മരി സനിനി സനീസ സനിനിദത. എന്തോ പറഞ്ഞു പറയാതെ. ദശനി സമാഗ ധനി സമാഗ ധനി. ആ ധനി വായിക്കുമ്പോൾ ദശനി ചെറിയ തന്നെ. ദശനി ദശനി സമാഗ
എന്തേ പറഞ്ഞു സാ നിസനിധനി സാ നിസനിധനി സ സ സ എന്തേ സാ നിസനിധനി അവിടെയൊക്കെ ചെറിയ തന്നെ സാ നിസനിധനി സ സ സ എന്തേ എന്തോ പറഞ്ഞു ധനി സമഗ സാരി ധനി സ സ സ പറയാതെ എന്തോ പറഞ്ഞു അങ്ങനെ വരും. അപ്പം ഇതൊന്ന് മുഴുവനൊന്ന് വായിക്കാൻ ശ്രമിക്കാം. പ്രദർശന വഴിയിൽ എന്നുള്ളത് ആദ്യത്തെ ആ സെക്ഷൻ 2 പ്രാവശ്യം വരും. പിന്നെ വരം ഒന്നും തന്നില്ല എന്നുള്ളത് ഒറ്റയടിക്ക് പോകും. 3 4 ഇത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ പല്ലവി ആദ്യത്തെ ലൈൻ മാത്രം വരുള്ളൂ. ഗോപുരമുകളിൽ വാസന്ത ചന്ദ്രൻ ഗോരോജന കുറി വരച്ചു സഖി ഗോരോജന കുറി വരച്ചു അത്ര വരുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ടാണ്, അത് വേറെയാണ്. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കാം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിപൂർണമായിട്ടും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ഞാനെപ്പോഴും പറയുന്ന 9447200365 എന്ന നമ്പറിലേക്ക് വിളിച്ച് സംശയങ്ങൾ തീർക്കേണ്ടതാണ്. ഇത് ഇഷ്ടമായെങ്കിൽ എന്നെ നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്ത് എല്ലാ കുട്ടികളിലേക്കും എത്തിക്കണം. ബെല്ലൈക്കണും അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന ഓരോ പാട്ടുകളും നിങ്ങൾക്ക് വേഗം അത് കിട്ടും. അപ്പോൾ എന്നെ ആത്മാർത്ഥമായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൻ്റെ അടുത്ത ഭാഗം, അതായത് സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ടുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.